Hello guys, welcome back to my channel. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ കേരള ലഞ്ച് മെനുവിൻ്റെ ദിവസമാണ്. ഇന്ന് ഞാൻ നാടൻ പാലക്കാടൻ റെസിപ്പിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നത്തെ മെനുവിൽ തക്കാളി പിക്കിള്, പിന്നെ ചീര, ഞാനിവിടെ പാലക്കാണ് ഉപയോഗിച്ചത്. ചീര കൊണ്ടൊരു മുളകൂട്ടൽ, ഇതൊരു ട്രഡീഷണൽ പാലക്കാടൻ റെസിപ്പിയാണ്. അതിൻ്റെ ഒപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് നാടൻ മെഴുക്കുവരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കുക്കുമ്പറും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ദയവായി ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് പാലൊക്കെ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് നേരം തിളപ്പിച്ച് പിന്നെ അത് ഡ്രെയിൻ ചെയ്ത് തണുത്ത വെള്ളം ഒഴിച്ച് വയ്ക്കുക. ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഉഴുന്നും പരിപ്പും ചുവന്ന മുളകും കൂടി ഒന്ന് ചോപ്പിച്ചെടുക്കുക. ഇത് തേങ്ങയും ജീരകവും കൂടി ചേർത്ത് അരച്ചെടുത്തിട്ട് വേവിച്ച പരിപ്പിലേക്ക് ഈ മസാല ചേർത്ത് കൊടുത്ത് നമുക്കൊരു 2 മിനിറ്റ് നേരം ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ വേവിച്ച പാലക്കിനെ നന്നായി പ്യൂറി ആക്കിയിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ വെള്ളം ഒഴിച്ച് ഇതിൻ്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യുക. ഇതൊരു മീഡിയം തിക്ക് ഗ്രേവി ആയിട്ട് ഉണ്ടാക്കണം. അതൊരു 2 മിനിറ്റ് തിളപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് കടുക് വറുത്തിടുക. അപ്പോൾ നമ്മുടെ മുളകൂട്ടൽ റെഡിയാവും. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിക്ക് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കറിവേപ്പിലയും ചെറിയുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് ഉള്ളി ഒന്ന് ചോക്കുന്ന വരെ മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഇടിമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഉരുളക്കിഴങ്ങ് വേകുന്ന വരെ കുക്ക് ചെയ്തെടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ട് ഈ ഉരുളക്കിഴങ്ങ് നന്നായി വേകുന്ന വരെ നമ്മൾ കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ മെഴുക്കുവരട്ടി റെഡിയാവും. അപ്പോൾ ഇന്നത്തെ നാടൻ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ.